കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാതെ സമരം ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ലെന്നായിരുന്നു ഘടകകക്ഷികളുടെ പൊതുനിലപാട്. ഇങ്ങനെ പോയിട്ട് ഒരു കാര്യവുമില്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി തുറന്നടിച്ചു. വെറുതെ സമയം മെനക്കെടുത്തുകയാണ്. യോജിപ്പില്ലാതെ സമരം ചെയ്തിട്ട് എന്ത് കാര്യമെന്നും കുഞ്ഞാലിക്കുട്ടി ചോദിച്ചു. കോൺഗ്രസ് ശക്തമാകണം. മുന്നണിയെ നയിക്കുന്ന കക്ഷി എന്ന നിലയിൽ കോൺഗ്രസിൽ അഭിപ്രായ ഐക്യമുണ്ടാകണമെന്ന് RSP, JDU, കേരള കോൺഗ്രസ് ജേക്കബ് നേതാക്കൾ പറഞ്ഞു. കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചു വരുന്നതായി പ്രതിപക്ഷ നേതാവ് മുന്നണി യോഗത്തിൽ വ്യക്തമാക്കി. എല്ലാവരും UDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്നുള്ളത് തന്നെയാണ്. അല്ലാണ്ട് വേറെ തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും യോഗത്തിൽ ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ടാണല്ലോ പോകുന്നത്. എവിടെയെങ്കിലും ഒന്നോ രണ്ടോ ശബ്ദം ഉണ്ടാകുന്നതൊന്നും പ്രശ്നമൊന്നുമില്ല. അതെല്ലാം പ്രശ്നം തീരും. സമരത്തെക്കുറിച്ചല്ലാതെ വിവാദ വിഷയങ്ങളെക്കുറിച്ച് ഉമ്മൻചാണ്ടി സംസാരിച്ചില്ല. നടത്തിയ സമരങ്ങളെല്ലാം വിജയമായിരുന്നുവെന്ന് VM സുധീരൻ വിശദീകരിച്ചു. സമരങ്ങൾക്ക് മാധ്യമ ശ്രദ്ധ കിട്ടുന്നില്ലെന്നും സുധീരൻ പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ സമരപരിപാടികൾ UDF തീരുമാനിച്ചു. ജനുവരി 18-ന് UDF സഹകാരികൾ രാജ്ഭവൻ മാർച്ച് നടത്തും. ജനുവരി 24-ന് കളക്ട്രേറ്റുകൾ ഉപരോധിക്കും. ഫെബ്രുവരി 1-ന് വിപുലമായ സമരപ്രഖ്യാപന കൺവെൻഷനും നടത്തും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗം ഈ മാസം 14-ന് ചേരും. യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന തീരുമാനത്തിൽ ഉമ്മൻചാണ്ടി ഉറച്ചു നിൽക്കുന്നു. ഉമ്മൻചാണ്ടിയെ അനുനയിപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ്. DCC അധ്യക്ഷന്മാരുടെ നിയമനത്തെ ചൊല്ലി ഉമ്മൻചാണ്ടി ഇടഞ്ഞു നിൽക്കുന്നതിനിടെയാണ് രാഷ്ട്രീയകാര്യ സമിതി യോഗം തീരുമാനിച്ചത്. ഉമ്മൻചാണ്ടിയെ അനുനയിപ്പിച്ചതിനു ശേഷം യോഗം ചേരാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം വഴങ്ങിയില്ല. നയരൂപീകരണ സമിതിയായ രാഷ്ട്രീയകാര്യ സമിതി അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകാനാകില്ലെന്ന് KPCC തീരുമാനിച്ചു. ജനുവരി 14-ന് രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരും. AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസനിക്കും പങ്കെടുത്തേക്കും. ഉമ്മൻചാണ്ടി പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. പാർട്ടിയുടെ നേതൃനിരയിൽ നിന്ന് പ്രവർത്തിക്കാനില്ലെന്ന തീരുമാനത്തിൽ ഉമ്മൻചാണ്ടി ഉറച്ചു നിൽക്കുന്നു. രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് ഇന്ന് രാവിലെയും ഉമ്മൻചാണ്ടി പാർട്ടി നേതൃത്വത്തെ അറിയിച്ചതായാണ് സൂചന. ജനുവരി 10-ന് DCC അധ്യക്ഷന്മാരുടെ യോഗവും വിളിച്ചിട്ടുണ്ട്. ഈ യോഗത്തിലും ഉമ്മൻചാണ്ടി പങ്കെടുക്കാനിടയില്ല. ജനുവരി 14-ന് മുൻപ് ഉമ്മൻചാണ്ടിയെ അനുനയിപ്പിക്കാൻ കഴിയുമെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ പ്രതീക്ഷ. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഒരു തവണ ഉമ്മൻചാണ്ടിയുമായി ചർച്ച നടത്തിയെങ്കിലും വിജയിച്ചില്ല. രമേശ് ചെന്നിത്തലയും VM സുധീരനും വീണ്ടും ഉമ്മൻചാണ്ടിയുമായി ചർച്ച നടത്തും. CG കടക്കൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.